എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മാസ്ക് കഴിക്കാത്തത്. അതിനുള്ള കാരണം നിങ്ങൾക്കറിയണോ? അപ്പോൾ ആ ടോപ്പ് സീക്രട്ട് ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുകയാണ്. കാണുക. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഈ മാസ്ക് വെക്കുന്നതെന്ന്? ഇനി ആരും ചോദിക്കാതിരിക്കുക. ഓക്കെ, നമ്മുടെ എമ്പുരാന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒരു 8 ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ക്യാരക്ടർ പോസ്റ്ററുള്ള എല്ലാവരും ഇന്ന് ഇവിടെ എത്തുന്നതായിരിക്കും. ഈ മാസ്ക് മാൻ്റെ കൂടെ ഇന്നവർ അവരുടെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പോയാലോ? ഓക്കെ, ആദ്യത്തെ ആൾ ജെയ്സ് ജോസ് ആസ് സേവിയർ. പുള്ളി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. പുള്ളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കേൾക്കാം. ഹായ്, നമസ്കാരം. ഞാൻ ജെയ്സ് ജോസ്. നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്. കാരണം ലൂസിഫറിന് ശേഷം എമ്പുരാനിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി. ഏകദേശം ഒരു 10-35 മൂവി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലൂസിഫറിൽ അഭിനയിക്കുന്നത്. പക്ഷേ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ കൂടെയുള്ള എൻട്രി, ഞാനും ഷാജോണും ലാലേട്ടൻ റൈറ്റും ലെഫ്റ്റുമായിട്ട് വരുമ്പോൾ അടിപൊളിയായി അത് ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററുകളിലും നിറഞ്ഞു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടനായി ഞാൻ മാറിയത് ലൂസിഫറിലെ ആ ഒറ്റ വേഷത്തിലാണ്. അന്നോട്ട് ഇപ്പോൾ എമ്പുരാന്റെ ഒരു ചർച്ച വരുമ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എമ്പുരാനിലുണ്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യം അത് എൻ്റെ മനസ്സിലും അത് ദൈവമേ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മുരളി ഗോപിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു റൈറ്റർ എഴുതുന്ന കഥ ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷ്വലി എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അത്രയ്ക്കും ആളുടെ ഉള്ളിൽ ആ സിനിമയുണ്ടെന്ന് നമുക്ക് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും വളരെ കുറച്ച് സീനുകളിൽ എനിക്ക് അത് പടത്തിലെത്താൻ പറ്റിയുള്ള ഭാഗമായി പറ്റിയിട്ടുള്ളെങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഞാനിങ്ങനെ നോക്കി മാറിയിരുന്ന് അവർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ സീക്വൻസ് എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ലാലേട്ടൻ്റെ ആ ലാലേട്ടൻ ലൂസിഫറിൽ ഉപയോഗിച്ച കാറ് വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ആ ഫീല് നമുക്ക് കിട്ടും. ലാലേട്ടൻ മുഖം കാണുന്ന പോലെ ലാലേട്ടൻ വരുന്ന പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സിനിമയുണ്ട്. എന്തായാലും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും നല്ല അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കാത്തിരുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നതിനും ഇവിടെ ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം സംസാരിച്ചതിനും നന്ദി ജെയ്സ്. അപ്പം നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അടുത്തത് നമ്മുടെ ശിവതയാണ്. ശിവത ഇതിനകത്ത് ശ്രീലേഖ എന്നൊരു ക്യാരക്ടറാണ് അവതരിപ്പിച്ചേക്കുന്നത്. നമുക്ക് ശ്രീലേഖയ്ക്ക് ശിവതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. ശിവത വരൂ. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശിവത. ലൂസിഫർ എന്ന ചിത്രത്തിൽ ഗോവർദ്ധൻ, ഇന്ദ്രേട്ടൻ ചെയ്ത ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ വൈഫായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പൊ അത് ആക്ച്വലി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ടുവേർഡ്സ് ആൻഡ് ക്ലൈമാക്സിൽ. പക്ഷെ ദ റെസ്പോൺസ് ഐ ഗോട്ട് ഇറ്റ് വാസ് റിയലി ഇമ്മെൻസ് തന്നെ പറയാം. എമ്പുരാൻ എന്ന ചിത്രത്തിനെ കുറിച്ച് ആദ്യമായിട്ടൊരു ടോക്ക് വന്നപ്പോൾ തന്നെ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ശിവതയുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയാണ് എമ്പുരാനും ഞാനുണ്ട്. എന്താ ചെയ്തേക്കണേന്നുള്ളത് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ഇതിലെനിക്ക് ആക്ച്വലി വർക്ക് ചെയ്തപ്പോ കിട്ടിയൊരു മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഫാസിൽ സാറിന്റെ പടത്തിലൂടെയായിരുന്നു ഞാൻ മലയാള സിനിമയിലേക്ക് എൻട്രി ആയത്. അപ്പൊ ഈ ചിത്രത്തിൽ ഫാസിൽ സാറിന്റെ കൂടെയും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. പിന്നെ വർക്കിംഗ് വിത്ത് ഡയറക്ടർ രാജുനോട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഐ ഹാവ് ഓൾവേസ് അഡ്മയർഡ് ഹിം, സീയിങ് ഹിം ഓൺ സ്ക്രീൻ. അപ്പൊ ഇപ്പൊ നേരിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കൂളായിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട്, എല്ലാം ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ക്ലിയർ വിഷൻ ഉള്ള ഒരു ഡയറക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. സോ റിയലി ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് ദിസ്. ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു ഗംഭീരമായിട്ട് ഉള്ള ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ അതിലൊരു ചെറിയൊരു പാട്ട് പ്ലേ ചെയ്യുന്നു എന്നുള്ളതിൽ ഐ എം റിയലി ഹാപ്പി. നിങ്ങളെ പോലെ തന്നെ ഞാനും ഭയങ്കര ഈഗറാണ് എമ്പുരാന്റെ റിലീസിന് വേണ്ടിയിട്ട്. സോ March 27th എമ്പുരാൻ റിലീസ് ആവാണ്. ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് നിയർ യു. സോ ലെറ്റ്സ് ഗെറ്റ്. താങ്ക് യു. ബൈ ശിവദ. എല്ലാവരും വന്നു പോയവരെല്ലാം രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്.
നമ്മളെയൊക്കെ പോലെ തന്നെ ആ സിനിമ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ അവർ ഭയങ്കരമായിട്ടും അവരെ എക്സൈറ്റഡ് ആണ്, എന്നെ പോലെ തന്നെ. അടുത്ത ആളെ അനീഷ് ജി മേനോൻ ആസ് സുമേഷ്. നമുക്ക് പുള്ളിയെ നമ്മുടെ ഈ ഒരു ചെറിയ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, നമസ്കാരം. ഞാൻ അനീഷ്. സുമേഷ് എന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ ലൂസിഫറിൽ അവതരിപ്പിച്ചത്. ആ കഥാപാത്രത്തിന്റെ തുടർച്ച തന്നെയാണ് എമ്പുരാനിലും. സുമേഷ് IUF-ന്റെ ഒരു ലോയലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ മുരുകൻ എന്ന കഥാപാത്രത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന, വലങ്കയായിട്ട് സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രം. അത് ലൂസിഫറിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരുന്ന കമന്റ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ കാണുന്ന സമയത്ത് പറയുന്ന കാര്യമാണ് അത്. വീണ്ടും ആ കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞതും ലൂസിഫറിന്റെ 2ാം ഭാഗം സംഭവിച്ചതും എല്ലാം എന്നെ കൂടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പൃഥ്വിരാജിനെ പോലൊരു ഡയറക്ടർ, വളരെ വലിയ വിഷനുള്ള ഒരു ഡയറക്ടർ എന്നെ ആ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്തത് വളരെ സന്തോഷമുള്ള കാര്യം. ട്രിവാൻഡ്രം സ്ലാങ് ആണ് ഞാനതിൽ കൈകാര്യം ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. വീണ്ടും സുമേഷിനെ ട്രിവാൻഡ്രം സ്ലാങ്ങിലൂടെ അവതരിപ്പിക്കാൻ കഴിയണം. എൻ്റെ ഇപ്പോൾ കുറച്ച് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് സുമേഷ്. കാരണം എനിക്കത് വളരെ മൈലേജ് തന്നിട്ടുള്ളതാണ്. ഈ വർക്ക് ചെയ്യുന്ന മേഖലയിൽ എനിക്ക് മൈലേജ് തന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യണം. ഞങ്ങളും മാർച്ച് 27 തിയേറ്ററിൽ. ഓക്കെ, താങ്ക് യു. अनीश जी मेनोन പറയാനുള്ളത്. सो अभी तो आने वाला है हमारा नया आदमी बरसात खान आज सलाबत हमसा, जो अभी जो हमारा YouTube चैनल पे वो आएगा, वो बात करेगा. एकदम बढ़िया एक्टर है. Hi, my name is Behzad Khan. I'm an actor और मैं पिछले 14-15 सालों से प्रोफेशनल एक्टिंग कर रहा हूँ. बढ़िया जी, बढ़िया जी. इस फिल्म में मैं जो रोल कर रहा हूँ वो एक टेररिस्ट लीडर का है एंड हिज नेम इज सलाबत हमजा. ये ही इज अ वेरी डार्क कैरेक्टर, यू नो. एज एन एक्टर आपकी आवाज, आपका चेहरा, आपकी बॉडी लैंग्वेज आपके असेट्स होते हैं और मैंने सालों साल काम किया है, यू नो. सो क्या होता है कि जब आप कैरेक्टर कोई ब्रीफ आपको मिलता है, भले ही वो छोटा कैरेक्टर हो, उसका स्क्रीन प्रेजेंस कम हो या ज्यादा हो, तो आप एज एन एक्टर क्या प्रिपरेशन करते हैं वो मैटर करता है, वो स्क्रीन पे दिखता है. You know, when I was briefed about the character, I wrote a small backstory of the character. I worked on it कि इसकी आवाज़ कैसी होगी, इसकी आवाज़ में impact कैसे लाया जा सके, and ऊपर वाले के कर्म से I have a pretty decent voice. And when you work on your voice and you work on your craft, वो चीज़ें निकल करके आती हैं. And I used a heavy bass for this character, so I think that really works for it. After working in the project and being directed by him, I mean, if I'll say he's currently one of the best creative mind, you know. He's an actor, he's a producer, he's a director, and he's an actor's director, you know. He makes you comfortable. मेरा फर्स्ट डे था शूट के ऊपर. मैंने इसके पहले कभी साउथ की किसी फिल्म में काम किया नहीं था, तो मैं थोड़ा स्केप्टिकल था, थोड़ा सा नर्वस था, बट ही मेड मी कंफर्टेबल एंड ही गाइडेड मी थ्रू द कैरेक्टर. क्योंकि जो कैरेक्टर उनके दिमाग में है, जो डायरेक्टर के दिमाग में है, वो एक्टर को स्क्रीन पे पोर्ट्रे करना आसान हो जाता है जब उसको गाइड किया जाए प्रॉपर्ली. एंड ही इज रियली गुड इन दैट, सो आई रियली एंजॉयड वर्किंग विद हिम. प्लीज वॉच एम्पुरान March 27, 2025 and you are going to love it. Oh, that voice modulation is too good. You are a terrorist, man. Go. ഇതുവരെ കണ്ടതിൽ എല്ലാവരും നല്ലപോലെ എക്സൈറ്റഡ് ആണ്. they are actually waiting for എമ്പുരാൻ. എന്നെ പോലെ തന്നെ നമ്മളെല്ലാം മലയാള സിനിമയെ സ്നേഹിക്കുന്നവര്, ലാലേട്ടനെ സ്നേഹിക്കുന്നവര്, പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നവര്, ടോവിനെയെ സ്നേഹിക്കുന്നവര് എല്ലാവരും ഈ സിനിമ കാണാനും ഈ സിനിമ എൻജോയ് ചെയ്യാനും റെഡിയാണ് എല്ലാവരും. അപ്പം ഇനി നമ്മുടെ ഈ സ്റ്റേജിലേക്ക് വരാനിരിക്കുന്നത് സഞ്ജീവ് വന്ന സ്ഥിതിക്ക് സഞ്ജീവിന്റെ വൈഫിനെയും കൂടെ അങ്ങ് വിളിക്കാം. നയല ഉഷ വരൂ. അരുന്ധതി. അപ്പം അരുന്ധതിക്ക് നമ്മുടെ NBTVയുടെ സിഇഒയ്ക്ക്, സിഇഒ അല്ലല്ലോ, എഡിറ്റോറിയൽ ഡയറക്ടർ, അങ്ങനെ എന്തോ, അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. നയല ഉഷ, ലൂസിഫറിലെ അരുന്ധതി. എനിക്ക് എൻ്റെ വളരെ ചെറിയ ഒരു കരിയറാണ് സിനിമയിൽ. ആ കരിയറിൽ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അരുന്ധതി. കാരണം ലൂസിഫർ എന്ന സിനിമ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയാണ്. ഒരുപക്ഷെ ലോകത്തെ എല്ലാവരും, മലയാളികൾ മാത്രമല്ല ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയാണ്. സോ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ലൂസിഫറിലെ ഈ അരുന്ധതി എന്ന കഥാപാത്രത്തിലൂടെയാണ്.
പിന്നെ ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടനുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെ കുറേ റീസൺസ് കൊണ്ട് ലൂസിഫർ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിരുന്നു. Now talking about the character of the movie Lucifer, അരുന്ധതി വളരെ ബോൾഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഇന്നത്തെ പൊളിറ്റിക്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കഥയാണല്ലോ ലൂസിഫർ. അപ്പം ആ പൊളിറ്റിക്കൽ പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടി, അതേ പാർട്ടിയിലുള്ള ആ ഒരു ചാനൽ ഹെഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അത്ര തന്നെ സ്പേസ് ഉണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തിന് ലൂസിഫറിലും. ഇന്നിപ്പോ 5 വർഷം കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഡെഫിനറ്റ്ലി NPTVക്കും അരുന്ധതിക്കും ആ കഥാപാത്രത്തിനും ഒക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടാകണം. അപ്പൊ അതൊക്കെയാണ് എംപുരാനിൽ ഒരു പക്ഷേ നിങ്ങളും കാണാൻ പോകുന്നത്. ഐ ആം ഓൾസോ വെരി വെരി എക്സൈറ്റഡ് ഫോർ ദി എൻറ്റയർ ഫിലിം. കാരണം ഞാൻ 2024 എന്ന വർഷത്തിൽ ഞാൻ ആകെ ചെയ്ത ഫിലിം എംപുരാനാണ്. സോ ഇറ്റ് വാസ് സോ മച്ച് ഓഫ് ഫൺ ഗോയിങ് ബാക്ക് ടു ദറ്റ് സെറ്റ് ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് റീലിവിങ് ഓൾ ദറ്റ് മെമ്മറീസ് ദറ്റ് ഐ ഹാഡ് ഡ്യൂറിങ് ദ ലൂസിഫർ ഷൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലാലേട്ടന്റെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ലൂസിഫർ. അപ്പൊ അതിനകത്ത് സ്റ്റീഫൻ ഷർട്ടിൽ ചോര അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ മീംസും കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ആ ഒരു ഡയലോഗ് അതിന്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിലേക്ക് ഏറ്റവും വലിയൊരു ബോണസ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു അഭിനയിക്കുമ്പോൾ ഒക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് പോലും എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സിനിമയുടെ ആ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ, ലൂസിഫർ കണ്ടിഷ്ടപ്പെട്ട ഒരു ആരാധിക എന്നുള്ള രീതിയിലും, ഒപ്പം അരുന്ധതിയും NPTVയും ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളും ഒക്കെ എംപുരാനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങളെ പോലെ. The countdown has begun. Empuran is coming to the theaters on the 27th of March 2025. Yes. See you there. ഇനി 2 പേരും കൂടെ ഉള്ളൂ. സോ പുതിയൊരു അതിഥി ലൂസിഫർ ഫ്രാഞ്ചൈസിലേക്ക് വരികയാണ്, മണിക്കുട്ടൻ. മണിക്കുട്ടൻ എന്താ പറയാനുള്ളത് നോക്കാം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടൻ. ഓക്കെ, എന്താടാ ലൂസിഫറിൽ ഡബ് ചെയ്തവരൊക്കെ ഒന്ന് പ്രൊമോഷൻ അത് ശരിയാണല്ലോ വേണ്ടി എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. അതെ. എന്നാൽ ലൂസിഫറിൽ എന്റെ ശരീരം വോയിസ് ആയിരുന്നെങ്കിൽ എമ്പുരാനിൽ എന്റെ ശരീരം, എന്റെ പ്രസൻസ്, ഒരു ശക്തമായ കഥാപാത്രം എമ്പുരാനിൽ ഞാനും ചെയ്യും. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്യാൻ വേണ്ടി രാജു ഇതിന്റെ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഡബ് ചെയ്തു. ഡബ് ചെയ്ത സമയത്തിന് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. കാരണം ട്രിവാൻഡ്രം സ്ലാങ് എനിക്ക് നന്നായി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, അടുത്ത ഇതിന്റെ ഒരു 2ാം ഭാഗം ഉണ്ടെങ്കിൽ അതിൽ മണിക്കുട്ടൻ ഒരു ക്യാരക്ടർ ചെയ്യും. ആ വാഗ്ദാനം അദ്ദേഹം പാലിച്ചതാണ് എമ്പുരാനിൽ ഇതുപോലൊരു മനോഹരമായ കഥാപാത്രം എനിക്ക് കിട്ടിയത്. ഇതിൽ എന്റെ കഥാപാത്രത്തിന്റെ പേര് മണിക്കുട്ടൻ എന്ന് തന്നെ. എല്ലാവരും സിനിമ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട് മണിക്കുട്ടൻ എന്നുള്ള പേരും മാറ്റി. അതിന്റെ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഒരു കഥാപാത്രം മണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം എനിക്ക് ആ കഥാപാത്രത്തെ നറേറ്റ് ചെയ്ത് തന്നത്. പല സീനുകളെ പറ്റി പറയാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത്. കാരണം ഞാൻ തന്നെ ലൊക്കേഷനിൽ ഹെലികോപ്റ്ററൊക്കെ പറന്ന ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ആ ഒരു സർപ്രൈസ് ഞാൻ കളയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ അന്തം വിട്ട പോലെ എല്ലാ പ്രേക്ഷകരും അന്തം വിടും എന്നുള്ളതാണ് എൻ്റെയും പ്രതീക്ഷ. മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററുകളിൽ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ഉണ്ടാവും. ഞങ്ങൾ വന്നേക്കണേ. ഷുവർ ഞങ്ങളും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ മണിക്കുട്ടനാണ് വന്നു പോയത്. ഇനി നമ്മുടെ മേടയിൽ ആശാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് മേടയിൽ ആശാനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വിളിക്കാം. മേടയിൽ ആശാൻ വരൂ. നമസ്കാരം, ഞാൻ ശിവജി ഗുരുവായൂർ. ലൂസിഫർ എന്ന സിനിമയിൽ മേടയിൽ രാജൻ എന്ന കഥാപാത്രത്തെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, ആ കഥാപാത്രം എന്തായിരിക്കണം എന്നുള്ളത് പൃഥ്വിരാജ് എന്ന സംവിധായകന് വളരെ നിശ്ചിതമായിരുന്നു. അതിനുശേഷം എമ്പുരാൻ എന്ന സിനിമയിലും മേടയിൽ രാജൻ്റെ തുടർച്ച കയ്യിൽ കിട്ടിയപ്പോൾ വളരെയേറെ സന്തോഷിച്ചു. ഞാൻ വെറുതെ നിന്ന് കൊടുക്കുകയും അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ കഥാപാത്രത്തിൻ്റെ വീണ്ടും വിജയം. ലൂസിഫറിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു കഥാപാത്രമാണ് മേടയിൽ രാജൻ. സത്യമാണ്. എമ്പുരാനിലെത്തുമ്പോൾ വീണ്ടും ആ മേടയിൽ രാജൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള ഒരു വിശ്വാസവും എനിക്കുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ എമ്പുരാൻ എന്ന വലിയ സിനിമ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം. മാർച്ച് 27. ഇതുവരെയുള്ള എല്ലാ കഥാപാത്രങ്ങളും വന്നുപോയി. മാർച്ച് 27 ആക്ച്വലി സിനിമയ്ക്ക്
എമ്പുരാൻ എന്ന ടൈറ്റിൽ റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഈ മൂവിക്ക് ഒരു ഹൈപ്പ് ഉണ്ട്, നല്ലൊരു ഹൈപ്പ് ഉണ്ട്. ഇങ്ങനെ ഓരോ ദിവസം എനിക്ക് തോന്നുന്നു 26-ാം തീയതി വരെയാന്ന് തോന്നുന്നു ഇവര് ഈ ക്യാരക്ടർ റിവീലിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദിവസം 2 വെച്ച് 10 മണിക്കും 6 മണിക്കും. ഈ സിനിമ ഇങ്ങനെ ഓരോ ക്യാരക്ടർ പോസ്റ്റേഴ്സും ഇങ്ങനെ റിവീൽ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാവുന്ന ആൾക്കാരോടും ഫാൻസിനോടും ലാലേട്ടൻ സിനിമകൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞിരുന്നിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൂടുന്നുണ്ട്, ഓരോ ദിവസവും ഹൈപ്പ് കൂടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം, മലപ്പുറം, കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം ഫാൻ ഷോ ബുക്ക്ഡാണ്. അതായത് ഇപ്പൊ തന്നെ 50 ലക്ഷം പ്രീസെയിൽ കളക്ട് ചെയ്തു. അതായത് ഇനിയും കിടക്കുകയാണ് 1.5 മാസം കൂടെ, ഏകദേശം 1.5 മാസം കൂടി ഇനിയും കിടക്കുകയാണ്. സോ ദിസ് മൂവി ഈസ് ഗെറ്റിംഗ് ഹൈപ്പ്, നല്ല ഹൈപ്പ് കിട്ടുന്നുണ്ട്. ഇത് ഒരു കണക്കിന് വിനയാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അപ്പോഴും ഇതിന്റെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. പൃഥ്വിരാജ് ചെറിയ പടം വലിയ പടം എന്തെല്ലാം മാറ്റിയിട്ട് ഡയറക്ടറുടെ POV നിന്ന് എമ്പുരാൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് പൃഥ്വിരാജ് സുകുമാരന് ജെനുവിൻലി പറയാനുള്ള എന്താണ്? ലൈക്ക് എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി. ദ ഫാക്ട് ഇസ്, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സിനിമ ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവർക്കിത് എന്ത് തരം സിനിമയാണെന്ന് തോന്നുന്നോ അതാണ് ഈ സിനിമ. യുനോ, once I make a film and I put it in front of the audience, they own the film. Open minded ആയിട്ട് വരിക. ഈ സിനിമ കാണാൻ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വന്ന് ഈ സിനിമ കണ്ട് ആസ്വദിച്ചു പോവുക. സോ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കണം. ഇവർ ഇത്രയും പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യണ്ടേ. സോ ഇവർക്കെല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് വന്ന ഈ 8 പേർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സോ അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും എല്ലാം നല്ലതുപോലെ ആയിരിക്കട്ടെ. സോ നമുക്കും ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് എമ്പുരാൻ March 27. സോ ഇനി മാസ്ക് ഊരേണ്ട ആവശ്യമില്ലല്ലോ. യു നോ ദ സീക്രട്ട്. ബൈ.